ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വേഗം തന്നെ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം പപ്പ ഇവിടെ ഒരു മാവാണ് നട്ടിരിക്കുന്നത്. വെറൈറ്റീസ് ഒന്നും എന്നോട് ചോദിക്കരുത്, അതൊക്കെ പപ്പയ്ക്ക് അറിയത്തുള്ളൂ. തൽക്കാലം നമുക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. അപ്പൊ ഇത് മാവ്, പിന്നെ ചെറിയൊരു കൃഷിക്കായിട്ട് ഇവിടെ ചെറിയ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളിവിടെ മുന്തിരി നട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ആദ്യം കുറച്ചൊക്കെ പിടിച്ചായിരുന്നു, അതൊക്കെ നമ്മളത് എടുത്തു. ഇനിയിപ്പം ബാക്കി പിടിക്കാൻ സമയമായി വരുന്നു. അപ്പൊ ഇതാ ഇവിടെ നമ്മൾ മുന്തിരി പടത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആകാശവെള്ളരി. നമ്മൾ ഇതിലും കുറച്ചൊക്കെ നമ്മൾ നല്ലപോലെ എടുത്തു. ഇപ്പൊ ഇനിയിപ്പോ പിടിക്കാൻ സമയമായില്ലേ? ഇപ്പൊ പിടിക്കാൻ സമയം വരുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ നമുക്ക് കിട്ടിയായിരുന്നു. നല്ല രീതിയിലെന്ന് പറയാൻ പറ്റത്തില്ല, ചില ഒരു 4-5 കായൊക്കെ കിട്ടിയിട്ടേ ഉള്ളൂ. ആകാശവെള്ളരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു ഫാഷൻ ഫ്രൂട്ട്. ഇതിപ്പോ നമ്മള് കഴിഞ്ഞ വർഷം എടുത്തു ഒരു 5-6 കാ കിട്ടി. ഇനിയിപ്പോ ഈ പ്രാവശ്യം എന്തുവാന്ന് അറിയത്തില്ല. ഇത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ വേറെ നമുക്ക് അപ്പുറത്തെ സൈഡിൽ 2 എണ്ണം ഉണ്ട്. ഇത് ആയി വരുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റെഡ് ചില്ലി ഓമ എന്ന് പറയും. നമുക്ക് റെഡ് ചില്ലി പേരുണ്ട്, അതുപോലെ റെഡ് ചില്ലി ഓമയുണ്ട് കേട്ടോ. ഇത് വേറൊരു ചാമ്പയാണ്. ഏത് തരമാണെന്നൊന്നും അറിയത്തില്ല. ആപ്പിൾ ചാമ്പ എന്നൊക്കെ ചിലരൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. എനിക്കിപ്പോൾ കായൊക്കെ പിടിച്ചിരുമ്പോൾ നമുക്കറിയില്ല ഏത് തരമാണെന്നുള്ളത്. എന്തായാലും ഇതൊരു വെറൈറ്റി ചാമ്പയാണ്. ഇതാണ് റെഡ് ചില്ലി പേര കേട്ടോ. നമ്മൾ റെഡ് ചില്ലി പേര ഉണ്ടല്ലേ, അപ്പൊ ഇത് നമ്മുടെ സാധാ പേരയാണ്. ഇപ്പൊ 2 വെറൈറ്റീസും ഉണ്ട്. ഇത് ഡബ്ലോലിക്കാൻ വരെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് നമ്മൾ അച്ചാറിനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്നത് ഡബ്ലോലിക്ക. ഇത് ഒരുതരം ആത്തമരമാണ്. ഏത് വെറൈറ്റി ആണെന്നൊന്നും ചോദിക്കരുത്, ഇത് ആത്തമരമാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത് മുള്ളാത്തക്കയാണ്. ഇത് അവകാഡോ മരം. പ്രൊണൗൺസിയേഷൻ ശരിയാണോന്ന് അറിയത്തില്ല, അവകാഡോ മരം എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ഇവിടെ പറയുന്നത് സപ്പോട്ടയ്ക്ക എന്നാ, ബാക്കിയുള്ളിടത്തൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് സപ്പോട്ടയ്ക്ക എന്ന് പറയും. ഇത് സാധാ ചാമ്പയാണ് കേട്ടോ, നമ്മുടെ സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ചാമ്പ മരം. ഇതൊരു റംബൂട്ടാനാണ്. ഇത് പിന്നെ 2-3 തരം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞത് വെച്ചിട്ട് കായ്ച്ചിട്ടില്ല, കാ പിടിച്ചിട്ടില്ല. മിക്കവാറും അടുത്ത വർഷത്തേക്കൊക്കെ കാ പിടിക്കുമായിരിക്കും. ഇത് ഡബ്ലോളി, അങ്ങനെ ഓരോ ഇനങ്ങളുണ്ട്. നമ്മളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നി വെച്ചതാ. ഇത്രയൊക്കെ ആയി, ഈ പരുവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. എല്ലാ വൈകുന്നേരം വന്ന് ചെക്ക് ചെയ്യാറുണ്ട്, അതിനൊരു മുടക്കോ ഇതുവരെ. നമുക്കതൊക്കെ ഇല്ല, നമ്മുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഫ്രൂട്ട്സ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.